ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ രാവിലെ ഒരു മോർണിംഗ് ആണ് കേട്ടോ. പെട്ടെന്ന് ബിസിയാവുന്ന ചില ദിവസങ്ങളിൽ ഒരു ദിവസം, അതായത് മകരം 1-ൻ്റെ തലേ ദിവസമാണ്. പ്രതീക്ഷിക്കാതെ ഒരു ദിവസം എങ്ങനെ കടന്നുപോയി എന്നറിയാൻ പറ്റാതെ ബിസിയായൊരു ദിവസമായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നാളെ എൻ്റെ ദിവസം ബിസി ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ കുഴപ്പമില്ല, നമുക്കറിയാം ബിസി ആയിരിക്കുമെന്ന്. പക്ഷേ ഇത് പ്രതീക്ഷിക്കാതെ കുടുംബ വീട്ടിലും ക്ഷേത്രത്തിലൊക്കെ പോയി കുറച്ചൊന്ന്, അതായത് പെട്ടെന്ന് പോയൊരു ദിവസമായിരുന്നു. രാവിലെ എണീറ്റ് പിന്നെ കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. കാരണം ഞാൻ തലേന്ന് എല്ലാം നീറ്റാക്കി കട്ട് ചെയ്തൊക്കെ വെച്ച് തേങ്ങയൊക്കെ ക്രഷ് ചെയ്തൊക്കെ വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് കിച്ചൺ ഡ്യൂട്ടി അത്രയും ബുദ്ധിമുട്ടല്ല. ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിലും പെട്ടെന്ന് കുറച്ചൊന്ന് നേരത്തെ എണീച്ച് എല്ലാം വയ്ക്കണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ കട്ട് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ടൈം പോക്കോ അങ്ങനെയൊന്നുമില്ല. എണീക്കുന്നതിൽ കുറച്ചൊരു അരമണിക്കൂർ മുന്നേ എണീച്ച് കഴിഞ്ഞാൽ എല്ലാം ക്ലിയറായിട്ട് ചെയ്ത് വെച്ചിട്ട് പോകാൻ പറ്റും. അപ്പോൾ എനിക്കിന്ന് കുടുംബ വീട് വരെ പോകണം. ഞാൻ പറഞ്ഞില്ലേ, റെൻറ്റിലായിട്ട് അപ്പാർട്ട്മെൻറ്റിലാണ് താമസം. അപ്പം ചേട്ടൻ്റെ വീട് വരെ ഒന്ന് പോകണം. ചേട്ടൻ്റെ അമ്മയ്ക്ക് ക്ഷേമനിധിയുടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പം ബുക്കൊക്കെ അവിടെ ഇരിക്കുവാണ്. അതിൽ അവിടുത്തെ ബാങ്കിൽ കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ അതുകൊണ്ടിട്ട് അവിടെ പോകാൻ വേണ്ടിയിട്ട് അമ്മ പിന്നെ വിളിച്ചു രാവിലെ. പോകാമോ എന്ന് ചോദിച്ചു. കാരണം എൻ്റെ മോളും ചേച്ചിയുടെ മൂത്ത ആളും ഇല്ലാത്ത സമയത്ത് മാത്രമേ ഇളയ ആളെ ചേച്ചിയുടെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരാം. പിന്നെ എനിക്കും ഓൺലൈൻ ക്ലാസ് എന്നുള്ളത് ഓഫ്ലൈനിലോട്ട് പോകാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ എനിക്കും പിന്നെ സമയം കിട്ടത്തില്ല. അമ്മ ജാനുവരി 25-ന് ചേച്ചിയുടെ കൂടെ സിംഗപ്പൂർ പോവുകയാണ് മോളെയും കൊണ്ടിട്ട്. അപ്പം അതുകൊണ്ട് ഡേറ്റൊക്കെ ഒന്ന് ക്ലാഷ് ആവുന്നത് കൊണ്ടിട്ട് ഞാൻ പറഞ്ഞാൽ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ അതേ രാവിലെ എണീച്ച് പയറ് കറി, പപ്പടം, വിഴുക്ക് പുരട്ടി. പിന്നെ പയറ് കറിയും പപ്പടം ഉള്ളത് കൊണ്ട് വാവയ്ക്ക് പിന്നെ വേറൊന്നും വേണ്ട. അവളുടെ ഫേവറേറ്റ് ഒരു ഫുഡ് വിഭവമാണ് പയറെന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ ഞാൻ പപ്പടം മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ ഈ പപ്പടം പൊരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ടും മടിയുള്ളൊരു കാര്യമാണ്, പപ്പടം പൊരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്നാലും ഇന്ന് പിന്നെ പയറ് കറി ഉള്ളത് കൊണ്ട് വാവ കഴിക്കുമല്ലോ, നല്ലോണം ചോറ് കഴിക്കുമല്ലോ എന്നും പറഞ്ഞിട്ട് പപ്പടം ഞാൻ പൊരിച്ച് മാറ്റുന്നുണ്ട്. അവൾ പിന്നെ ഇപ്പം രാവിലെ അവളെ സ്കൂളിൽ വിടണം. എന്നാലും രാവിലെ അവൾ തന്നെ സ്വന്തമായിട്ട് ഇപ്പം കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പരിശീലിപ്പിക്കുന്നുണ്ട്. ബ്രഷ് ചെയ്യാൻ ആൾ ബ്രഷൊക്കെ ഒറ്റയ്ക്ക് ചെയ്യും. ഫ്രഷ് ആവാൻ ഞാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല ഒറ്റയ്ക്ക്. ഇപ്പം ആൾ 4 വയസ്സാവാറായി. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് അവളോട് പറയും ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കും വൃത്തിയാക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളതൊക്കെ. എന്നിട്ട് ഈവനിങ് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാനായിരിക്കും ഫ്രഷാക്കി കൊടുക്കുക. കാരണം ഏതെങ്കിലും ഒരു ടൈമിൽ, കുഞ്ഞല്ലേ, ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മൾ ചെയ്തു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ശരീരം ഫുള്ള് ക്ലീൻ ആവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് അവളെ കാര്യങ്ങൾ അവളോട് തന്നെ ചെയ്യാനായിട്ട് ഞാൻ ഇപ്പം പരമാവധി ശ്രമിപ്പിക്കുന്നുണ്ട്. ഫുഡൊക്കെ തനിയെ കുറച്ച് സമയമെടുത്തേ ആൾ കഴിക്കത്തുള്ളൂ. അത് നമ്മൾ വാരി കൊടുത്താലും ആൾ സമയമെടുത്തേ കഴിക്കത്തുള്ളൂ. എന്നാലും ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം സമയം എടുത്തായാലും കുഴപ്പമില്ല, കുറച്ച് നേരത്തെ എണീപ്പിച്ചിട്ട് തനിയെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അതേ അടുക്കളയിൽ അടുക്കള കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പം പെട്ടെന്ന് ജോലി തീരും. എനിക്ക് അടുക്കള ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ക്ലീനാക്കി നീറ്റാക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അടുക്കള ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പെട്ടെന്ന് ടക്കനെ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടിട്ട് അത്രയും ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാ കഥയും ഞാൻ പറഞ്ഞില്ലേ പപ്പടത്തിൻ്റെ കാര്യം, ഞാൻ അമ്മ വരാൻ നോക്കി നിൽക്കുമായിരുന്നു പപ്പടം പൊള്ളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അമ്മ ഇതുവരെ അതിന് ശേഷം ഇങ്ങോട്ട് വന്നില്ല. മോളുള്ളത് കൊണ്ട് അവളെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടെന്ന് വെച്ചിട്ട് അമ്മ അധികം വരത്തില്ല. അപ്പോൾ ഞാൻ അമ്മ വരട്ടെ അമ്മയെ കൊണ്ട് പപ്പടം പൊരിപ്പിക്കാമെന്ന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചോണ്ടിരുന്നു. പക്ഷേ അമ്മ വന്നില്ല, എന്നെ പറ്റിച്ചു. അപ്പം ഞാൻ കരുതി പയറ് കറി ഉള്ളതിൽ പപ്പടം കൂടെ മുപ്പിച്ച് അപ്പം നിറയെ ചോറ് കഴിക്കും. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും ഇഷ്ടം പയറാണ്. അങ്ങനെ ദേ പപ്പടം പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അന്ന് സ്ഥിരം വയ്യായിരുന്നു കേട്ടോ, രാവിലെ എണീക്കാനും ഒരു മടിയായിരുന്നു. പിന്നെ എണീച്ച് കുളിച്ചപ്പോൾ ഞാൻ ഓക്കെ ആയി. പിന്നെ ദേ ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മകരം 1 മകരം 1-ൻ്റെ തലേന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ പിന്നെ ഈവനിങ് കോവിലിൽ പോകാമോ എന്ന് അമ്മ ചോദിച്ചു. അങ്ങനെ പിന്നെ അതും കൂടെയൊക്കെ പ്ലാൻ ചെയ്തു. പെട്ടെന്നൊരു ദിവസം അങ്ങ് പോയി. അങ്ങനെ ദേ ഏകദേശം എൻ്റെ ഡ്യൂട്ടികളൊക്കെ കഴിയാറായിട്ടുണ്ട്. എല്ലാം വൃത്തിയാക്കി പാചകം ചെയ്ത് വൃത്തിയാക്കി വച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ എന്നല്ല, അന്ന് നൈറ്റ് വരെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഓക്കെയാണ്. പിന്നീട് നൈറ്റ് വന്നിട്ട് ഞാൻ ചിലപ്പോൾ ചേട്ടൻ ലേറ്റായിട്ട് വരുന്നത് കൊണ്ട് നൈറ്റ് വന്ന് ചിലപ്പോൾ ചേട്ടന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പം ചൂടോടെ കഴിക്കുക അല്ലെങ്കിൽ ഫ്രഷായിട്ട് കഴിക്കുകയോ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ചേട്ടന് വേണ്ടിയിട്ട് ഈവനിങ് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഞാൻ 9 മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ ജോലികളെല്ലാം കഴിയും. 9-10 മണിക്കുള്ളിൽ എൻ്റെ ജോലികളെല്ലാം കഴിയും. ഈ മലക്കറി കട്ട് ചെയ്ത് വയ്ക്കുക, തേങ്ങ ക്രഷ് ചെയ്ത് വയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് കഴിയും. അങ്ങനെ അതേ ജോലിയെല്ലാം കഴിഞ്ഞു. ചേച്ചിയുടെ വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ചേച്ചിയുടെ ഇളയ മോള് കല്ലുക്കുട്ടി. ഇപ്പം എൻ്റെ വീഡിയോസിലൊക്കെ ആളുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന ടൈമിലൊക്കെ ആൾ വരും. അങ്ങനെ കുറേ നേരം അവളുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നു.
പിന്നെ ചേച്ചിയുടെ അമ്മ രാവിലെ കോവിലിൽ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കൊണ്ടുവന്ന് പ്രസാദമൊക്കെ തൊട്ട് തന്നു. നമ്മളെ വീഡിയോ നമ്മൾ തന്നെ എടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ മുഖം കാണിക്കുന്നതാണ്. അങ്ങനെ അവളെ നേരം കുറച്ച് അമ്മ റെഡിയാവുന്നവരെ അവളോടൊപ്പം കളിച്ചു. അവളെ ചേച്ചിയുടെ അമ്മയെ ഏൽപ്പിച്ചിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം ഞാൻ പറഞ്ഞു അമ്മ ഇന്ന സമയത്ത് വരാൻ പറഞ്ഞിട്ട് അമ്മ ഇതുവരെ ഇറങ്ങിയില്ലെന്ന് ചോദിച്ചാൽ അമ്മയെ 2 പള്ളൊക്കെ വിളിച്ച് ഞാൻ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. ഭയങ്കര കളിയും ചിരിയാണ്. എനിക്ക് ചിരി ഭയങ്കര ഇഷ്ടമാണ്. കല്ലുക്കുട്ടിയുടെ ചിരി നല്ല ക്യൂട്ടായിട്ട് ചിരിക്കും. അങ്ങനെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. കോവിലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ. എനിക്ക് വീട്ടിൽ പോയ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ല. അമ്മ ബുക്കൊക്കെ എവിടെയൊക്കെയോ കൊണ്ടുവച്ചു ക്ഷേമനിധിയുടെ. അതൊക്കെ തപ്പിയെടുത്ത സമയം പോയി. പിന്നെ ഈവനിങ് ചേട്ടനുമായിട്ട് ഞാൻ കോവിലിൽ പോവുകയാണ്. എൻ്റെ പ്രകൃതി രമണീയമായ സ്ഥലം സിറ്റിക്കകത്ത്. ഇത് കോവിലിൽ പോകുന്ന ചെറിയൊരു വഴിയാണ് കേട്ടോ. അങ്ങനെ കോവിലെത്തി. ഞാൻ പറഞ്ഞില്ലേ മകരമാസമാണ്, മകരം 1-ാം തീയതിയാണ് നാളെ. അപ്പോൾ അതിൻ്റെ തലേന്നൊക്കെ പൊങ്കാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അവിടെ നിന്നു കുറേ നേരം അവളെ കളിപ്പിച്ചുകൊണ്ട്. അവൾ നടക്കൂലായിരുന്നു. ഞാൻ പറഞ്ഞു അമ്മ പതുക്കെ താഴെ ഇറക്കി വിടാം, ആളെ നടക്കുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടും. നടന്നു തുടങ്ങിയപ്പോൾ പിന്നെ വരത്തില്ല, എടുത്താൽ വരത്തില്ല, അവൾക്ക് നടക്കണം. അങ്ങനെ കളിക്കുക. അവിടെ ഇരിക്കുന്ന അമ്മൂമ്മമാരായിട്ടും ചേട്ടൻ ബാക്കിൽ നിൽപ്പുണ്ട്. അങ്ങനെ ചേട്ടനുമായിട്ടൊക്കെ കളിക്കുക. പിന്നെ കുറേ നേരം അതാണ് എൻ്റെ അമ്മായിയമ്മ. അവളെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പൊങ്കാലയൊക്കെ കഴിഞ്ഞു. നേദിക്കുവാണ് തിരുമേനി. പൊങ്കാല നേദിക്കാനുള്ള സമയമായി. അങ്ങനെ നേദിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ പ്രതീക്ഷിക്കാതെ കോവിലിലും പോയതാണ്. മാമി പറഞ്ഞു, ചേച്ചിയുടെ അമ്മ പറഞ്ഞു ഇതേപോലെയാണ്, നാളെ മകരം 1 വൈകുന്നേരം കോവിൽ വന്ന് തൊഴു, പൊങ്കാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതേ അവിടെ ഇരുന്ന് കോവിലിൽ പൊങ്കാലയും കാര്യങ്ങളൊക്കെ കഴിച്ചു. കുട്ടിപ്പെണ്ണിനെ കണ്ടോ? ഭയങ്കര കൊണ്ടണി പെണ്ണാണ്. ഇന്ന് തിരിച്ച് ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് പിന്നെ വാവയെ അവിടെ നിന്ന് ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വിളിച്ചു. അവൾക്ക് പ്രസാദമൊക്കെ കൊടുത്തു. ഞാൻ ആസ്വദിച്ചിരുന്ന് പ്രസാദം കഴിക്കുന്നുണ്ടോ. കുറേ നാളായി പായസം കഴിച്ചിട്ട്, അമ്പലത്തിലെ പ്രസാദമൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ കിട്ടിയതുകൊണ്ട് ചേട്ടനും കൊടുത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് ഹെവി ആയിട്ടുള്ള ഡ്രസ്സ്, ഹെവി എന്നല്ല, എനിക്ക് ഈ പുറത്തെ ഡ്രസ്സ് വന്ന ഉടനെ ഊരിയിട്ട് ഇങ്ങനെ സമാധാനമായിട്ട് നമ്മൾ വീട്ടിലിരുന്ന ഡ്രസ്സിലിരിക്കുമ്പം ഭയങ്കര ഒരു മനസ്സുഖമാണ്. ഇങ്ങനെ വന്നു. അവൾ കണ്ടോ, അവിടെ പോയി അവളെ 2 തുള്ളലൊക്കെ കണ്ടു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.